Hello dear students, welcome back to National Academy. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബയോളജി NIOS ബയോളജിയിലെ 13ാമത്തെ ചാപ്റ്ററാണ്. ദാറ്റ് ഈസ് ദ ന്യൂട്രീഷൻ ആൻഡ് ഡൈജഷൻ. എന്താണ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രീഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസം ഒബ്റ്റെയിൻഡ് ആൻഡ് യൂട്ടിലൈസ് ഫുഡ് ഫോർ ദെയർ ഗ്രോത്ത്. അതായത് നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കണ്ടുപിടിച്ച് നമ്മളതിനെ യൂട്ടിലൈസ് ചെയ്യും, നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡിക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ സ്വീകരിച്ച് ഭക്ഷണമായിട്ട് സ്വീകരിച്ച് അതിനെ നമ്മുടെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്ടിലേക്ക് കൊടുത്ത് ഓരോ പാർട്ടിനും വേണ്ട രീതിയിൽ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് കോംപ്ലക്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് എ ഫുഡ് ബൈ എൻസൈം ഇൻ ടു സിമ്പിൾ സോളിബിൾ ഫോമിലേക്ക് നമ്മൾ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഫുഡിനെ ഒരുപാട് എൻസൈംസിന്റെ ഹെൽപ്പോട് കൂടി ഫുഡിനെ എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുക, ആ സിമ്പിൾ സോളിബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡൈജഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദഹനം അല്ലേ? ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹനം, ദഹിപ്പിക്കുക, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡൈജഷൻ എന്ന് പറയുന്നത്. ഇനി ന്യൂട്രീഷൻ മെയിൻലി 2 ടൈപ്പാണ്, അല്ലെങ്കിൽ ആസ് പെർ ന്യൂട്രീഷൻ നമ്മുടെ ഓർഗാനിസത്തിനെ നമ്മൾ 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ദ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ എട്രോട്രോഫിക് ന്യൂട്രീഷൻ. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഗ്രീൻ പ്ലാന്റ്സ്. അതായത് അവർ തന്നെയായിരിക്കും അവർക്ക് വേണ്ട ഭക്ഷണം കണ്ടെത്തി അവർ തന്നെയാണ് അത് യൂട്ടിലൈസ് ചെയ്യുന്നത്, അവർ തന്നെയാണ് എല്ലാം അവരുടെ അണ്ടറിലായിരിക്കും. അതായത് അവർക്ക് വേണ്ട ഭക്ഷണം അവർ തന്നെ എന്ത് ചെയ്യുക, അവരുടെ ഉള്ളിൽ മാനുഫാക്ചർ ചെയ്തിട്ട് അത് അവർ യൂട്ടിലൈസ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ന്യൂട്രീഷനെയാണ് നമ്മൾ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. എന്നാൽ എട്രോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഡിഫറെൻറ്റ് ഓർഗാനിസം അല്ലെങ്കിൽ മറ്റ് ഡിഫറെൻറ്റ് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു എക്സ്റ്റേണൽ ഏജൻസിയെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ ഫുഡ് അബ്സോർബ് ചെയ്ത് അതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന ന്യൂട്രീഷനെയാണ് നമ്മൾ എട്രോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. എട്രോട്രോഫിക് ന്യൂട്രീഷനെ വീണ്ടും നമ്മൾ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: ഹോളോസോയിക്, സാപ്രോട്രോഫിക് ആൻഡ് പാരാസൈറ്റിക്. ഏതൊക്കെയാണ്? ഹോളോസോയിക്, സാപ്രോട്രോഫിക് ആൻഡ് പാരാസൈറ്റിക്. ഹോളോസോയിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ ഹ്യൂമൻ ബീങ്സ് എന്താ ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിലേക്ക് ഫുഡ് എടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? എൻഗൾഫ് ചെയ്യാണ് ചെയ്യുന്നത് ഫുഡ്, എന്നിട്ട് നമ്മുടെ ബോഡിയിൽ വെച്ച് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് യൂട്ടിലൈസ് ചെയ്യാണ് ചെയ്യാറുള്ളത്. അങ്ങനെയുള്ള ഓർഗാനിസമാണ് ഹോളോസോയിക്. എന്നാൽ സാപ്രോട്രോഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സിൽ നിന്ന് എൻസൈംസ്, അതിൽ നിന്ന് നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈംസ്, അതിൽ സീക്രേറ്റ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് എൻസൈംസിനെ അബ്സോർബ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ന്യൂട്രീഷനാണ് സാപ്രോട്രോഫിക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് നമ്മുടെ ഫംഗൈ, ബാക്ടീരിയാസ് ഒക്കെ. ആൻഡ് തേർഡ് വൺ ഈസ് പാരാസൈറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് മറ്റൊരു ലിവിങ് ഓർഗാനിസത്തിൽ ലൈവ് ചെയ്തിട്ട് അവരിൽ നിന്ന് ഫുഡ് അബ്സോർബ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാരാസൈറ്റിക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് നമ്മുടെ കസ്ക്യൂട്ട, അതുപോലെ ടേപ്പ് വേം ഒക്കെ എന്താണ്, നമ്മുടെ റൗണ്ട് വേം, ടേപ്പ് വേം ഒക്കെ പാരാസൈറ്റിക്കിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ്, ഡൈജഷൻ മെയിൻലി 2 ടൈപ്പാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ദ ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ. അപ്പോൾ ഡൈജഷൻ 2 ടൈപ്പാണ്: ഇൻട്രാ സെല്ലുലാർ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ. അതുപോലെ ന്യൂട്രീഷൻ 2 ടൈപ്പാണ്: ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ആൻഡ് എട്രോട്രോഫിക് ന്യൂട്രീഷൻ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വരുന്ന മെയിൻ പാർട്സ് ഒരു എലിമെന്ററി കനാലും ഉണ്ടാവും, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കുറച്ച് ഗ്ലാൻസും. ഏതൊക്കെയാണ്? എലിമെന്ററി കനാലും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കുറച്ച് ഗ്ലാൻസും ആണ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വരുന്ന മെയിൻ പാർട്സ്. അതിൽ എലിമെന്ററി കനാലിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള പോർഷൻസ് ആണ് നമ്മുടെ മൗത്ത്, അതുപോലെ ഫാരിങ്സ്, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈന്, ലാർജ് ഇൻറ്റസ്റ്റൈന്, ആനസ്. ഏതൊക്കെയാണ്? മൗത്ത് ഉണ്ട്, ഫാരിങ്സ് ഉണ്ട്, ഈസോഫാഗസ് ഉണ്ട്, സ്റ്റൊമക്ക് ഉണ്ട്, സ്മോൾ ഇൻറ്റസ്റ്റൈന്, ലാർജ് ഇൻറ്റസ്റ്റൈൻ ആൻഡ് ആനസ്. ഇത്രയും പാർട്ടാണ് എലിമെന്ററി കനാലിൽ വരുന്നത്. നെക്സ്റ്റ്, നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈംസ് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ഗ്ലാൻസിലാണ് മെയിൻലി ഡൈജസ്റ്റീവ് എൻസൈംസ് സീക്രേറ്റ് ചെയ്യുന്നത്. അതിൽ വരുന്ന ഗ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഗട്ട് എപ്പിത്തീലിയം, അതുപോലെ തന്നെ ഇൻറ്റസ്റ്റൈൻ്റെ ഗട്ട് എപ്പിത്തീലിയം, പിന്നെ മറ്റ് ഗ്ലാൻസുകളായിട്ടുള്ള സലൈവറി ഗ്ലാൻഡ്, ലിവർ, പാൻക്രിയാസ് ഒക്കെയാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഗ്ലാൻസുകൾ. ഓക്കെ, ഇനി ഡൈജസ്റ്റീവ് പ്രോസസ്സ് നടക്കുന്നത് മെയിൻലി 2 സ്റ്റെപ്പുകളായിട്ടാണ്. ഫസ്റ്റ് സ്റ്റെപ്പാണ് മെക്കാനിക്കൽ പ്രോസസ്സ് ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് കെമിക്കൽ പ്രോസസ്സ്. മെക്കാനിക്കൽ പ്രോസസ്സിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? മെക്കാനിക്കലി നമ്മളെ ഫുഡിനെ എന്ത് ചെയ്യുക? ബ്രേക്ക് ചെയ്യുക
ചെറിയ ചെറിയ പാർട്ടുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ സെഗ്മെന്റുകളാക്കിയിട്ട് ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സാണ് മെക്കാനിക്കൽ പ്രോസസ്സിൽ നടക്കുന്നത്. ഇതിന് ഏറ്റവും എക്സാമ്പിളാണ് നമ്മൾ ഭക്ഷണം ചവക്കുന്നത് അല്ലേ. നമ്മുടെ വായിൽ വെച്ച് നമ്മുടെ നമ്മുടെ ടീത്തിന്റെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫുഡിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സാണ് മെക്കാനിക്കൽ പ്രോസസ്സിൽ നടക്കുന്നത്. നെക്സ്റ്റ് വൺ കെമിക്കൽ പ്രോസസ്സ്. കെമിക്കൽ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാൻസുകളൊക്കെ സീക്രേറ്റ് ചെയ്യുന്ന എൻസൈമിന്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മുടെ ഫുഡിനെ എന്ത് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക. അതാണ് കെമിക്കൽ പ്രോസസ്സിൽ നടക്കുന്നത്. അതായത് ഈ വരുന്ന സീക്രേറ്റ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്ന കെമിക്കലിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫുഡിനെ ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ രണ്ട് പ്രോസസ്സുകളായിട്ടാണ് നമ്മുടെ ഡൈജഷൻ നടക്കുന്നത്. ഇനി ഇത് നമ്മൾ ഡൈജഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനൊക്കെ അബ്സോർബ് ചെയ്യണം അല്ലേ. നമ്മുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യുക, പല പാർട്സിലേക്ക് ഇതിനെ അബ്സോർബ് ചെയ്യണം. അതിൽ ഫസ്റ്റ് അബ്സോർപ്ഷൻ നടക്കുന്നത് മൗത്തിലാണ്, പിന്നെ നമ്മുടെ സ്റ്റൊമക്കിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ അബ്സോർപ്ഷൻ നടക്കുന്നത് എവിടെയാണ്, ഇൻറ്റസ്റ്റൈനിലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ അസിമിലേഷൻ. അസിമിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫുഡിനെ ഫൈനലി നമ്മൾക്ക് വേണ്ട ന്യൂട്രിയൻസിന്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മുടെ സെല്ല് യൂട്ടിലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കഴിച്ച ഭക്ഷണത്തിന് നമ്മുടെ വേണ്ട രീതിയിൽ വേണ്ട ന്യൂട്രിയൻസിന്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു, നമ്മുടെ ബോഡി അതിനെ അബ്സോർബ് ചെയ്തു. ഇനി അതിന് സെല്ലുകൾ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ ഇജഷൻ. ഇജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് ഡൈജസ്റ്റ് ചെയ്തു, ആ ഡൈജസ്റ്റ് ചെയ്ത ഫുഡിൽ കുറച്ച് അൺഡൈജസ്റ്റഡ് പാർട്ട് ഉണ്ടാവും. ഈ അൺഡൈജസ്റ്റഡ് പാർട്ടിനെ നമ്മൾ റെക്റ്റത്തിൽ എന്ത് ചെയ്യും, താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെ റെക്റ്റത്തിൽ അത് ഫുള്ളാവുന്ന സമയത്ത് അവിടെ നിന്ന് വീണ്ടും അതിലെ വാട്ടറൊക്കെ അബ്സോർബ് ചെയ്തിട്ട് അതിനൊരു സെമി സോളിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അവിടെ ഒരു റിഫ്ലക്സ് ആക്ഷൻ നടക്കും. നമ്മുടെ ഡിഫെക്കേഷൻ റിഫ്ലക്സ് ആക്ഷൻ നടന്നിട്ട് ആ ആക്ഷൻ നടക്കുന്ന സമയത്ത് ആനസിലൂടെ ഫുഡിനെ പുറത്തേക്ക് തള്ളുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇജഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇജഷൻ നടക്കുന്നത് ബൈ ദ റിലാക്സേഷൻ ഓഫ് സ്ഫിങ്ക്റ്റർ മസിൽസ്. സ്ഫിങ്ക്റ്റർ മസിൽസിന്റെ റിലാക്സേഷന്റെ ഫലമായിട്ടാണ് ഇജഷൻ നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ ന്യൂറൽ ആൻഡ് ഹോർമോണൽ കൺട്രോൾ ഓഫ് എ ഡൈജസ്റ്റീവ് സിസ്റ്റം. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഏതൊരു ഫംഗ്ഷൻ നടക്കണമെങ്കിലും അവിടെ എന്തിൻ്റെ കൺട്രോൾ വേണം, നമ്മുടെ നെർവ്സിൻ്റെ, നമ്മുടെ ന്യൂറൽ അല്ലെങ്കിൽ ഹോർമോണൽ കൺട്രോൾ ഏതൊരു ഫംഗ്ഷനും ആവശ്യമാണ് അല്ലേ. എല്ലാ ഫംഗ്ഷൻസും നമ്മൾ കാണുകയാണ്, നമ്മൾ കഴിക്കുകയാണ്, നമ്മൾ കേൾക്കുകയാണ്, ഇതൊക്കെ നമ്മുടെ ന്യൂറൽ കൺട്രോളിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നടക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒരുപാട് നെർവ്സിൻ്റെ കൺട്രോളിലാണ് നടക്കുന്നത്. മെയിൻലി നമ്മുടെ സിമ്പതറ്റിക് ആൻഡ് സിമ്പതറ്റിക് നെർവ്സിന്റെ കൺട്രോളിലാണ് നമ്മുടെ ഡൈജഷൻ നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്കറിയാം, നമ്മൾ ഒരുപാട് ഗ്ലാൻസുകൾ ഉണ്ട് നമ്മുടെ ഡൈജഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡൈജഷൻ നടത്താൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഗ്ലാൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ് ലിവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ് ലിവർ. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ അലിമെൻ്ററി കനാൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്ലാൻഡ് ആണ് ലിവർ. ലിവറിൻ്റെ കളർ റെഡിഷ് ബ്രൗൺ കളർ ആയിരിക്കും. അത് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, അപ്പർ സൈഡ് ഓഫ് ദ അബ്ഡോമിനിലാണ്, ജസ്റ്റ് ബിലോ ദ ഡയഫ്രം. ഡയഫ്രത്തിൻ്റെ തൊട്ട് താഴെ നമ്മുടെ അബ്ഡോമിൻ്റെ അപ്പർ സൈഡിലാണ് നമ്മുടെ ലിവർ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ലിവറിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസിനൊക്കെ നമ്മൾ ഓരോ കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മെയിൻലി വരുന്ന ഫങ്ഷൻസ് ആണ് ബ്ലഡ് റിലേറ്റഡ് ഫങ്ഷൻസ്, ആൻഡ് സെക്കൻഡ് വൺ സ്റ്റോറേജ് ഫങ്ഷൻസ്, ആൻഡ് തേർഡ് വൺ മെറ്റബോളിക് ഫങ്ഷൻസ്. ഇതാണ് മെയിൻലി നമ്മുടെ ലിവറിൻ്റെ മേജർ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇത്രയാണ് ലിവറിൻ്റെ കാര്യങ്ങൾ. നെക്സ്റ്റ്, എല്ലാ ഭാഗത്തിനെയും പോലെ തന്നെ ഒരുപാട് ഡൈജഷൻ്റെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരുപാട് ഡിസോർഡേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡിസോർഡേഴ്സ് ഉണ്ട്. ആ ഡിസോർഡേഴ്സ് ആണ് വോമിറ്റിങ്, ഡയോറിയ, അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷന്, ഇൻഡൈജഷന്, ജയോണ്ടൈസ് അല്ലേ. ഇതെല്ലാവർക്കും അറിയാവുന്ന ഡിസീസുകളാണ് അല്ലേ. വോമിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛർദി, ആൻഡ് ഡയറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൂളിങ് അല്ലെങ്കിൽ ലൂസ് മോഷൻ എന്നൊക്കെ പറയും. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡൈജഷൻ നടക്കുന്ന അല്ലെങ്കിൽ ദഹനം നടക്കാത്ത ഒരവസ്ഥയ്ക്കാണ് നമ്മൾ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഡൈജഷൻ, ജയോണ്ടൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം. അപ്പം ഇങ്ങനെയുള്ള ഡിസീസുകളൊക്കെ ഡൈജസ്റ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള വരുന്ന ഡിസീസുകളാണ്. ഇത്രയാണ് നമ്മളെ 13ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മെയിൻ ടോപ്പിക്സ്, ന്യൂട്രീഷൻ ആൻഡ് ഡൈജഷൻ. ഈ രണ്ട് കാര്യങ്ങൾ നമ്മളോട് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. മെയിൻലി ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടേംസ് തന്നിട്ട് അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള രണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ്
എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഫോളോയിങ് ഇൻ ദ ഡൈജസ്റ്റീവ് പ്രോസസ് ഓഫ് എ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിലെ ഡൈജസ്റ്റീവ് പ്രോസസ്സിൽ ഈ താഴെ പറയുന്നതിൻ്റെ റോൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ ഗ്യാസ്ട്രിൻ, സെക്കൻഡ് വൺ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് തേർഡ് വൺ ഈസ് സീക്രട്ട്. ഇതൊക്കെ എന്താണ്? ഓരോ എൻസൈംസ് ആണ് അല്ലേ, നമ്മുടെ ഡൈജസ്റ്റീവ് ഗ്ലാൻഡുകൾ റിലീസ് ചെയ്യുന്ന ഓരോ എൻസൈംസ് ആണ്. ഇതിനൊക്കെ ഓരോന്നിനും അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വൺ, ഡ്രോ എ വെൽ ലാബിൾഡ് ഡയഗ്രാം ഓഫ് എ എലിമെന്ററി കനാൽ ഇൻ എ ഹ്യൂമൻ ബീങ്സിലെ എലിമെന്ററി കനാലിന്റെ ഡയഗ്രാം എന്താണ് വരക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്ത് ചെയ്യാൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഇത്രയാണ് നമ്മുടെ 13ാമത്തെ ചാപ്റ്ററിൽ വരുന്ന മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. വളരെ ഷോർട്ടായിട്ടാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നാഷണൽ അക്കാഡമിയിൽ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. പുതിയൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.